വന്ദന ആന്റി. ആന്റി, അകത്തുള്ളവരെന്തോ പൂജ നടത്തുന്ന കാര്യം പറയുന്നുണ്ട്. അത് എന്ത് പൂജ ആന്റി? എന്നെ ദീമോളുടെ അമ്മയാക്കാനുള്ള പൂജയാ മോളെ. എന്താ മോളെ? വേണ്ട അച്ഛാ, വന്ദന ആന്റി എന്നും എനിക്ക് ആന്റി ആയാ മതി. അമ്മ ആകണ്ട. അതെന്താ മോളെ അങ്ങനെ? എന്റെ അമ്മ എന്നെ ഒറ്റയ്ക്കാക്കി പോയില്ലേ, അതുപോലെ വന്ദന ആന്റിയോ എന്റെ അമ്മയെ ആന്റിയോ എന്നെ ഉപേക്ഷിച്ചു പോയാലോ? ഇല്ല മോളെ, ഈ ആന്റി ഒരിക്കലും നിന്നെ ഉപേക്ഷിച്ചു പോവില്ല. എന്നും മോൾക്ക് അമ്മയായി മോളുടെ ഒപ്പം തന്നെ ഉണ്ടാവും. എന്താ വിശ്വാസമല്ലേ എന്നെ? ഉണ്ട്. മോൾക്ക് സന്തോഷായില്ലേ? സന്തോഷായി. ജാതകദോഷത്തിലൊന്നും വിശ്വാസമില്ല എന്ന് ശ്രീവിദ്യാമ്മ പറഞ്ഞെങ്കിലും അതിനെക്കുറിച്ചുള്ള ഭയാശങ്കകൾ ഞങ്ങൾക്ക് മാറിക്കിട്ടാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഭാവിയിൽ ഇതിനെ ചൊല്ലി ഒരു പ്രശ്നവും വരാൻ പാടില്ല. ജാതകദോഷത്തിന്റെ പേരിൽ എന്റെ കുഞ്ഞ് അത്രയ്ക്ക് അനുഭവിച്ചു. ഞങ്ങൾക്ക് ജാതകത്തിലല്ല വിശ്വാസം, ദൈവത്തിലാ. രാജീവിന്റെ ആദ്യത്തെ കല്യാണത്തിന് 10ൽ 10 പൊരുത്തമായിരുന്നു. എന്നിട്ടെന്തായി? ഇനി എത്രയും പെട്ടെന്ന് വിവാഹം. ക്ഷേത്രത്തിലെ തിരുമേനിയെ കണ്ട് മുഹൂർത്തം കുറിച്ചിട്ട് അറിയിക്കാം. ആയിക്കോട്ടെ. പെട്ടെന്നൊരു വിവാഹം എന്ന് കേട്ടപ്പോൾ ഉള്ളൊരു അങ്കലാപ്പായിരിക്കുമല്ലേ? വിവാഹ ചെലവോർത്ത് ടെൻഷൻ വേണ്ട, എല്ലാ ചെലവുകളും ഞങ്ങൾ വഹിക്കും. ശ്രീവിദ്യാമ്മയുടെ സന്മനസ്സിന് നന്ദി. വിവാഹ ആവശ്യത്തിന് വേണ്ട പണമൊക്കെ എന്റെ പക്കലുണ്ട്. അതിനൊന്നും ബുദ്ധിമുട്ടില്ല. ഓ, നാട്ടുനടപ്പനുസരിച്ച് കരയടച്ച് കല്യാണം വിളിക്കണം. രാജീവ് സാറിന് രജിസ്റ്റർ വിവാഹം മതിയെന്നുണ്ടെങ്കിലേ അതിനും വിരോധമില്ല. വേണ്ട, അമ്മ പറഞ്ഞതുപോലെ നാടറിഞ്ഞു വേണം എന്റെ മോളുടെ കല്യാണം നടത്താൻ. അങ്ങനെ ആവട്ടെ. രാജീവേ, നീ മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിക്കൂ. സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. മോളെ പേര് വന്ദനെ. ഇനി മുതൽ നീ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്. ഇടയ്ക്ക് വിളിക്കാം. അപ്പോ അഡ്വാൻസ് ഹാപ്പി മാരീഡ് ലൈഫ്.
ഓ, അമ്മച്ചി തള്ളയാണല്ലോ. എന്ത് മരമറിക്കാനാണാവോ വിളിക്കുന്നേ? ഫോൺ അടിക്കുന്നത് കേട്ടില്ലേ? നിങ്ങൾ അങ്ങ് സംസാരിച്ചാ മതി. ആ നിന്റെ അമ്മയാ? ആ ആ അമ്മേ, സതീശ മോനെ ഇവിടെ വസന്തയും മക്കളും ഇല്ലേ? ഉണ്ടമ്മേ. അമ്മ എന്താ വിളിച്ചേ? മോനെ വന്ദനയുടെ വിവാഹം ഉറപ്പിച്ചു. ഉറപ്പിച്ചോ? നല്ല കാര്യം. ഹലോ അമ്മേ, വസന്തയാണേ. നീ എന്തു പണിയാ മോളെ കാണിച്ചേ? അന്ന് കല്യാണ ചെറുക്കൻ കാണാൻ വരുന്ന ദിവസം ഒരു വാക്ക് പോലും പറയാതെ പിള്ളേരെയും കൂട്ടി നീ പോയില്ലേ? മക്കൾക്കൊക്കെ വയറിളക്കായിരുന്നു അമ്മേ. ഒരു 10-10:30 ആയപ്പോ എനിക്കും തുടങ്ങി. പിന്നെ ആരോടും പറയാനോ അനുഗ്രഹം വാങ്ങാനൊന്നും പറ്റിയില്ല. വയറിളക്കമില്ലേ, എങ്ങനെ പിടിച്ചേക്കാൻ പറ്റും? കെട്ടിയ വണ്ടിയും പിടിച്ച് നേരെ ഇങ്ങ് പോന്നു. അതൊക്കെ പോട്ടെ, എന്താ അമ്മേ അവിടുത്തെ പുതിയ വിശേഷം? മോളെ വന്ദനയുടെ വിവാഹം ഉറപ്പിച്ചു. ഓ, വിവാഹം ഉറപ്പിച്ചോ? അതെങ്ങനെ ഉറയ്ക്കും തെറിക്കും? ഇതെങ്ങനെ പുതുമയുള്ള കാര്യമൊന്നും അല്ലല്ലോ. വന്ദന ജോലി ചെയ്യുന്ന കമ്പനിയുടെ മുതലാളിയാ പയ്യൻ. പേര് രാജീവ് മേനോൻ. ഹലോ, നീ കേൾക്കുന്നില്ലേ മോളെ? അമ്മേ, ആ കേക്കുന്നുണ്ടമ്മേ. വന്ദനയ്ക്ക് കോടീശ്വരനായ മരുമകനെ തന്നെ തപ്പിയെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. എന്നിട്ട് എനിക്ക് കിട്ടിയതോ കാൽ കാശിന് പോക്കില്ലാത്തൊരു കിഴങ്ങനെ. ദാരിദ്ര്യ സെറ്റപ്പിലെ കല്യാണമെന്നും പറഞ്ഞ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എന്നെ ഓടിച്ചു വിടുകയായിരുന്നു എല്ലാരും കൂടി ചെയ്തത്. ദേ, ഈ അവഗണനയ്ക്ക് എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം. കുറച്ചുകൂടി സ്വർണവും പണവും ഒക്കെ എനിക്ക് കിട്ടണം. അതൊക്കെ ആലോചിക്കാം മോളെ. വിവാഹ തീയതി തീരുമാനിച്ചിട്ടില്ല. ഞാൻ പുറകെ വിളിച്ചറിയിക്കാം കേട്ടോ. അമ്മമ്മ കട്ടി നന്നായി. കട്ട് ചെയ്തു തൊള്ള. കോടീശ്വരം വന്ന് കേറിയിട്ടില്ല. അതിനു മുമ്പ് തുടങ്ങി തള്ളക്ക് ഡമ്പ് അഹങ്കാരവും. കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. വസന്തേ, നിന്റെ സ്വന്തം അനിയത്തിക്ക് വരാൻ പോകുന്ന സൗഭാഗ്യത്തില് അസൂയപ്പെടുക അല്ല വേണ്ടത്, സന്തോഷിക്കുക വേണ്ടത്. ഒരു അവിഞ്ഞ ഉപദേശം. എനിക്ക് അവകാശപ്പെട്ട സ്വത്തിന് വില പേശണമെങ്കിലേ ഞാൻ പേശിയിരിക്കും. അത് പിടിച്ചു വാങ്ങിയിരിക്കും ഞാൻ. ഓ, അത്യാഗ്രഹ ആപത്ത്. എന്താ? എനിക്ക് പഠിക്കാനുള്ള പാഠം അമ്മേ. എന്നാലേ നീയൊക്കെ പഠിക്കേണ്ട പുതിയ പാഠം കേട്ടോ. ഇപ്പൊ പതുങ്ങി നടക്കുന്ന നീയൊക്കെ കയ്യും കാലും വെച്ചു പൊങ്ങി കെട്ടുപ്രായത്തിനെത്താനേ കണ്ണു ചിമ്മുന്ന സമയം മതി. കെട്ടിച്ചു വിടണമെങ്കിലേ ദമ്പടി വേണം, മനസ്സിലായോ? ഉണ്ടാ തൊട്ട്. ഓ, ഇങ്ങനൊരു ജന്മം. നീ മറ്റേ നോട്ട്സ് എഴുതിയില്ലല്ലേ? മച്ചു സുഖം തന്നെയല്ലേ? അറിയാ, നീ ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതിയോ? പിന്നെ ഒരു സോഷ്യൽ വർക്കിനൊക്കെ പോണ്ടേ? എന്നാലല്ലേ ഒരു വൈബുള്ളൂ. മുന്നിൽ നിൽക്കുന്ന പെണ്ണിനോട് സ്വന്തം ഇഷ്ടം പറയാൻ ചങ്കുറപ്പില്ലാത്തവനാ ഇവനൊക്കെ. എന്ത് വൈബ്! അതൊക്കെ എന്നെ കണ്ടുപിടിക്കണം അല്ലേ മോളെ? വർഷം വരുന്നു. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്റെ വന്ദന ചേച്ചിയുടെ കല്യാണം ഉറച്ചു. പൊളിച്ച്. ശ്യാമേ, ചൊവ്വാ ദോഷത്തിലും നക്ഷത്ര ദോഷത്തിലും ഒന്നും വിശ്വാസമില്ലാത്ത ഒരു പയ്യൻ വരുമെന്ന് നീ പറഞ്ഞില്ലേ? അത് സത്യമായടാ. ആരാ പയ്യൻ? ചേച്ചി വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാ, രാജീവ് മേനോൻ. ഓ, അപ്പൊ ലൈനായിരുന്നല്ലേ? പൂച്ചയെ പോലെ പതുങ്ങി നടന്നിട്ട് നിന്റെ ചേച്ചി കല ഉടച്ചിലോടി മോളെ. ഏയ്, അങ്ങനൊന്നും ആയിരുന്നില്ല. ചേച്ചിയുടെ രാജീവ് സാറിന്റെ മനസ്സിൽ അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. സാറിന്റെ അമ്മയാ കാരണക്കാരി. ആരായാലും ലൈൻ വലിച്ചു വലിച്ച് അവസാനം ഫ്യൂസ് അടിച്ച് പോവാതിരുന്നാ മതി. ഇത് അടിച്ചു പോകുന്ന ഫ്യൂസ് അല്ലടാ. തൽക്കാലം എല്ലാവർക്കും വർഷയുടെ വക ചോക്ലേറ്റ്. പിടിച്ചോ.
ദാ പിടിച്ചോ. കൊണ്ടുവയ്ക്കോ. ചേച്ചിയുടെ വിവാഹം ഉറപ്പിച്ചെങ്കിലേ അടുത്ത ഊഴം വർഷയ്ക്കാ. ഒന്ന് മാറിക്കോളെ. അതെ, നീ ഇഷ്ടപ്പെടുന്ന പെണ്ണ് വർഷയാണ് നമ്മളോട് തുറന്നു പറയേണ്ട സമയമായി എന്നർത്ഥം. ചേച്ചിയുടെ ഭർത്താവ് കോടീശ്വരനാകുന്നതിലൂടെ വർഷയുടെ സ്റ്റാറ്റസ് മാറും. അതെ, പ്രേമം തുറന്നു പറഞ്ഞ് ലോക്കാക്കിയില്ലെങ്കിൽ വർഷയെ വേറെ ആമ്പിളര് കൊത്തിക്കൊണ്ടുപോകും. ആ ശ്യാമേ, നീ പ്രേമിക്കുന്ന പെണ്ണ് ആരെന്ന് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. പറയണം. അവൾ ആരാണെന്ന് ഇന്ന് പറയണം. എടാ, നല്ല ചാൻസാ. പറ. അതിപ്പോ വർഷയുടെ ചേച്ചിയുടെ കല്യാണ തിരക്കല്ലേ, തിരക്ക് കഴിഞ്ഞിട്ട് പറയാം. പറയണം, അല്ലെങ്കിൽ അറിയാലോ എന്റെ സ്വഭാവം. മടി. ഗഡ്സ് ഇല്ലാത്തവൻ ഇവന്റെ കൂടെ നടക്കുന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. ഉള്ള മൂടും കളഞ്ഞു. വാ മോളെ, നമുക്ക് അങ്ങോട്ട് വെച്ചില്ല. എവിടെ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. വാ. എന്തിനാ മോനെ ഇങ്ങനെ തല്ലുകൊള്ളാൻ നടക്കുന്നത്? ഈ ശരീരത്തിൽ ഇനി തല്ലുകൊള്ളാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. നിന്നെ ഇനി ഇങ്ങനെ വിട്ടാ പറ്റില്ല. ജീവിതത്തോട് കുറെ കൂടി ഉത്തരവാദിത്വ ബോധമൊക്കെ വേണം. അതിന് ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ. നിന്നെ കൊണ്ട് എത്രയും പെട്ടെന്നൊരു പെണ്ണ് കെട്ടിപ്പിക്കണം. മകൻ ഗുണ്ടായുസം തുടങ്ങിയെന്ന് ചിലരൊക്കെ എന്നെ വിളിച്ചു പരാതി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആരോടും ഗുണ്ടായുസത്തിന് പോയിട്ടില്ല അച്ഛാ. സ്റ്റീഫന്റെ ഗുണ്ടകൾ എന്നോട് ഇങ്ങോട്ട് വഴക്കിന് വരികയായിരുന്നു. ആയിരിക്കാം, പക്ഷെ നീ സൂക്ഷിക്കണം. എടാ, ദുഷ്പേര് വീണ് കഴിഞ്ഞാൽ അതോടെ നിന്റെ രാഷ്ട്രീയ ഭാവി തീർന്നു. എനിക്ക് വല്ല രാഷ്ട്രീയ പാരമ്പര്യവും ലോകപരിചയമൊന്നും ഇല്ല. പക്ഷേ ഒരമ്മയുടെ അനുഭവ സമ്പത്തുണ്ട്. അത് വെച്ചിട്ട് ഞാൻ പറയുക, ജഗനെ കൊണ്ട് എത്രയും പെട്ടെന്നൊരു വിവാഹം കഴിപ്പിക്കണം. ഇല്ലെങ്കിൽ ഇവൻ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ എടുപിടിയെന്നൊരു വിവാഹം കഴിപ്പിക്കുന്നത് ജഗന്റെ രാഷ്ട്രീയ ഭാവിയെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. കുറച്ചു ദൂരം മുന്നോട്ട് പോകട്ടെ, അത് കഴിഞ്ഞിട്ടാകാം വിവാഹം. എഴുന്നേക്കണ്ട, കിടക്ക്. ഡോക്ടർ എന്ത് പറഞ്ഞു? കുറച്ചു ദിവസം കൂടി നോക്കട്ടെ എന്നാ പറഞ്ഞത്. എല്ലാം മാറും ശങ്കര. അത് തന്നെയാണ് എന്റെയും വിശ്വാസം. ജോലി ഉണ്ടായിരുന്നെങ്കിൽ ആശുപത്രി ചെലവ് കമ്പനി വഹിച്ചേനെ. ഇതിപ്പോ മരുന്ന് വാങ്ങാനുള്ള കാശ് കയ്യിൽ നിന്നുണ്ടാക്കണം. ഞങ്ങൾ തൊഴിലാളികള് കമ്പനിയുമായിട്ടുള്ള ചർച്ചയില്ല. തന്നെ തിരിച്ചെടുക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാടും. ഇതുവരെയുള്ള ചർച്ചയിൽ ശങ്കരനോട് അനുഭാവമുള്ള നിലപാടാ കമ്പനി സ്വീകരിച്ചിരിക്കുന്നത്. ശങ്കരൻ മനസ്സ് വേദനിപ്പിക്കണ്ട, റെസ്റ്റ് എടുക്ക്. തനിക്ക് തരാനുള്ള പണം ഇപ്പൊ തന്നെ തന്നേക്കാം. ഓനെ, ആ ബാഗിങ് എടുക്ക. അതിലെ ചെക്ക് ബുക്കുണ്ട്. അതിൽ ഒപ്പിട്ട് വെച്ചൊരു ചെക്ക് ലീഫുണ്ട്. അതൊന്നും ഇപ്പൊ വേണ്ട. എന്താ ശങ്കര ഇത്? ഈ സമയത്താണോ കാശിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? എടോ മാധവ,
താനെന്നാ 10 ലക്ഷം രൂപ കടമായി തന്നില്ലായിരുന്നെങ്കിൽ എന്റെ മോളുടെ കല്യാണം നടത്താൻ കഴിയാതെ പോയേനെ. അതെ, ഈ മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങണം, ഉടനെ വേണം. പെട്ടെന്ന് പോയി മരുന്ന് വാങ്ങിക്കൊണ്ടുവാ. ശങ്കര, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഏയ്, എന്താ ഇത്? മരുന്ന് വാങ്ങാൻ കാശ് വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ. എന്നാ ഞങ്ങള് ശരി ശരി ശങ്കര. ശരി ശങ്കര. എന്താ മോളെ? എന്താ മോളെ, നിനക്കെന്തോ എന്നോട് പറയാനുണ്ടല്ലോ, പറ. ഞങ്ങൾ സാധുക്കളാ. എന്നാലും വന്ദനയുടെ കല്യാണത്തിന് എന്റെ അമ്മയെ ക്ഷണിക്കണം. ഇത് പറയാനാണോ നിനക്കിത്ര ബുദ്ധിമുട്ട്? നല്ല കാര്യായി. എനിക്ക് ഇത്രയും നല്ല മരുമോളെ തന്ന ഒരു അമ്മയാ. അവരെ മുൻകൂട്ടി ക്ഷണിക്കൂന്ന് മാത്രല്ല, അവരർഹിക്കുന്ന എല്ലാ പരിഗണനയും നൽകും. ഞങ്ങളാരാണെന്ന് മനസ്സിലായോ? അയ്യോ, നല്ല ചോദ്യം. രാജീവ് സാറിന്റെ സഹോദരിയും ഭർത്താവല്ലേ? നിങ്ങൾ ഇരിക്കൂ. മോനെ ചായ എടുക്കേ. നിക്ക്, ഞങ്ങള് ചായ സൽക്കാരത്തിനൊന്നും വന്നവരല്ല. പെണ്ണ് കാണാൻ വന്നപ്പോഴുള്ള കുറെ തരംതാഴം പരിചയപ്പെടുത്തലുകളും അഴകുഴമ്പൻ വാഗ്ദാനങ്ങളും ഒതുങ്ങിക്കൂടലുകളും ഞങ്ങൾക്ക് തീരെ പിടിച്ചിട്ടില്ല. അളിയനൊരു ശുദ്ധഗതിക്കാരനാ. സാധുക്കളുടെ കണ്ണിന് കണ്ട അലിഞ്ഞു പോകും. ഏത് ചീപ്പ് അഡ്ജസ്റ്റ്മെന്റിനും വഴങ്ങും. പക്ഷേ അദ്ദേഹത്തിന്റെ അളിയനും സഹോദരിയുമായ ഞങ്ങൾക്ക് അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. അളിയന്റെ സ്റ്റാറ്റസ് അനുസരിച്ച് ആർഭാടമായ വിവാഹം തന്നെ നടത്തണം. പറയൂ, നിങ്ങൾ എങ്ങനെയാണ് വിവാഹ ഏർപ്പാടുകൾ ചെയ്തിരിക്കുന്നത്? മുറ്റത്ത് ഒരു പന്തല്, 400 പേർക്ക് ഭക്ഷണം, പിന്നെ ചടങ്ങുകളെല്ലാം ലഘുവായിട്ട് നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ മതി. എന്റെ ചേട്ടൻ ഈ നഗരത്തിലെ VVIP IAS-കാര്, IPS-കാര്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, മിനിസ്റ്റേഴ്സ്, അങ്ങനെ ഹൈ ഗ്രേഡിലുള്ളവരാ അതിഥികളായി വരുന്നത്. പരട്ട പന്തലിൽ വെച്ചുള്ള തെണ്ടി സെറ്റപ്പ് ഒന്നും നടക്കില്ല. പിന്നെ നഗരത്തിലെ ഏറ്റവും വലിയ AC ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെ വിവാഹം നടത്തണം. അതുപോലെ പരിചയസമ്പന്നരായ ഷെഫുകളെ വരുത്തി നല്ല സദ്യ ഒരുക്കണം. പിന്നെ പ്രസിദ്ധരായ സിനിമാ പിന്നണി ഗായകരുടെ ഗാനമേള കൂടിയായ ഏറ്റവും ഉത്തമം. നിങ്ങൾക്ക് പണത്തിന്റെ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. എത്ര ലക്ഷം രൂപയാ വേണ്ടേന്ന് പറഞ്ഞാൽ ചെക്ക് എഴുതി തന്നേക്കാം. അയ്യോ, ചെക്കൊന്നും വേണ്ട. ഇരുകൂട്ടർക്കും പരാതി വരാത്ത രീതിയിൽ പരമാവധി ഭംഗിയായിട്ട് വിവാഹം നടത്തിക്കോളാം. അത് മതി. വിവാഹം നടത്തിപ്പിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങളെ അറിയിച്ചിരിക്കണം. അറിയിക്കാം. പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ സംസാരിച്ച കാര്യം ഒരിക്കലും എന്റെ അമ്മ അറിയരുത്, ചേട്ടനും അറിയരുത്. ഇല്ല.
എന്ത് മെസ്സേജാ വന്നേ? അഡ്വർടൈസ്മെന്റ്. പോകാം. നീ എന്ത് ധൈര്യത്തിലാ രാഗി അവർക്ക് ചെക്ക് കൊടുക്കാൻ ഭാവിച്ചത്? തികച്ചും മനഃശാസ്ത്രപരം. പട്ടിണി പാവങ്ങളാണെങ്കിലും അവളുമാര് കടുത്ത ദുരഭിമാനികളാ. ഒരിക്കലും ചെക്ക് വാങ്ങില്ല എന്ന് അറിയാവുന്നത് കൊണ്ടാ ചെക്ക് എഴുതാൻ ഭാവിച്ചത്. അതുമാത്രമല്ല, കണ്ടമാനം പണത്തിനുടമയാണെന്നുള്ള നിന്റെ പൊങ്ങച്ചവും വർക്കൗട്ടായി അല്ലേ? എന്തായാലും നമ്മുടെ ഭീഷണി ശരിക്കും ഏറ്റു. നമ്മൾ പറഞ്ഞ രീതിയില് വിവാഹം നടത്താനുള്ള പണമൊന്നും അവരുടെ പക്കലില്ല. ഈ വിവാഹത്തിൽ നിന്ന് അവര് പിന്മാറിക്കോളും. അഥവാ വിവാഹം നടത്താൻ അവർക്ക് പണമുണ്ടെങ്കിൽ തന്നെ ഈ വിവാഹം നടത്താൻ രാഹി അനുവദിക്കില്ല. മുടക്കിയിരിക്കും.